പ്രൊജക്ടൈൽ മോഷൻ എന്ന ഭാഗത്തു നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം മെയിനായിട്ട് പ്രൊജക്ടൈൽ മോഷൻ്റെ ഡയഗ്രാമും പിന്നെ അതിലുള്ള 3 ടേംസ് ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, റേഞ്ച്, അതിൻ്റെ ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട്. അത് ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്? അതായത് ഹൊറിസോണ്ടൽ റേഞ്ച് ഏറ്റവും മാക്സിമം ആവണമെങ്കിൽ, ഏറ്റവും ദൂരത്തിൽ പോയി പ്രൊജക്ടൈൽ വീഴണമെങ്കിൽ ഏത് ആംഗിളിലാണ് നമ്മൾ പ്രൊജക്ടൈലിനെ എറിയേണ്ടത്? It is 45 degree. The answer is 45 degree. Trajectory or path of the projectile. അത് എന്താണ് എന്ന ചോദ്യം പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട്. What is the trajectory or the path of the projectile? The answer is parabola. Third question ശ്രദ്ധിക്കുക. Draw the path of projectile and mark the directions of velocity and acceleration at the highest point. Path of the projectile എന്ന് പറയുമ്പോൾ ഒരു പാരബോളയാണ്. ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഇവിടെ പ്രൊജക്ടൈലിൻ്റെ വെലോസിറ്റി ഈ ഡയറക്ഷനിലായിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു യു കോസ് തീറ്റ. അതായത് വെക്റ്റർ വി ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഐ ക്യാപ്. ആക്സിലറേഷൻ ഇസ് ഓൾവേസ് ഡൗൺവേർഡ്സ്. അതുകൊണ്ടാണ് ഇത് താഴേക്ക് കാണിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്സ് ഓഫ് വെലോസിറ്റി ഓഫ് എ പ്രൊജക്ടൈൽ? വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഇസ് യു വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ, അല്ലെങ്കിൽ പി വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് ഇസ് യു എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ. ഹൗ ഡു ദേ ചേഞ്ച് വിത്ത് ടൈം? ഇപ്പം വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു പ്രൊജക്ടൈൽ മൂവ് ചെയ്യുകയാണെങ്കിൽ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഇവിടെ യു സൈൻ തീറ്റ ആയിരിക്കും. അതിൻ്റെ വാല്യൂ കുറഞ്ഞ് ഇവിടെ എത്തുമ്പം 0 ആവും. പിന്നെ താഴേക്ക് പോകുമ്പോൾ പിന്നെയും കൂടും. അതായത് ദ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഗോസ് ഓൺ ഡിക്രീസിങ് and becomes 0 at the highest point, and then it starts increasing. അതേ സമയത്ത് horizontal component us which is equal to u cos theta, അത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ വാല്യൂ തന്നെ ആയിരിക്കും. There will be no change in us ux which is equal to u cos theta. എന്തുകൊണ്ടാണത് no change? എന്തുകൊണ്ടാണ്? കാരണം acceleration is always acting in the downward direction, or ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷനും വെലോസിറ്റി ഫോഴ്സും ഒന്നുമില്ല. അതുകൊണ്ടാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് വാട്ട് ആർ ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്സ് ഓഫ് വെലോസിറ്റി? ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി 0 ആയിരിക്കും. അതേ സമയത്ത് ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി യു കോസ് തീറ്റ തന്നെയായിരിക്കും. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. യു വൈ ഈക്വൽ ടു 0 ആൻഡ് യു എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ. ഇഫ് തീറ്റ 1 ഈക്വൽ ടു 30 ഡിഗ്രി, വാട്ട് ഇസ് തീറ്റ 2? ഡയഗ്രാം ഇതാണ്. അതായത് ഇത് ഡയഗ്രാം ശ്രദ്ധിച്ച് നോക്കിയാൽ തീറ്റ 1 ആംഗിളിൽ എറിഞ്ഞപ്പോഴും തീറ്റ 2 ആംഗിളിൽ എറിഞ്ഞപ്പോഴും റേഞ്ച് സെയിം ആണ്. അപ്പോൾ റേഞ്ച് സെയിം ആവണമെങ്കിൽ 2 ആംഗിൾസിൽ സെയിം ആവാം. ഒന്ന് തീറ്റ, മറ്റേത് 90 മൈനസ് തീറ്റ. അപ്പോൾ ഇവിടെ ഒന്ന് 30 ഡിഗ്രി ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? 90 മൈനസ് 30, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആൻസർ 60 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ ഇസ് പ്രൊജക്റ്റഡ് വിത്ത് 20 meter per second at 30 degree. What is the maximum height reached by it? അപ്പോൾ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ ആണ് h is equal to u square sin square theta by 2g. u തന്നിട്ടുണ്ട്, അത് 20 ആണ്. അപ്പം 20 square into sin 30 the whole square divided by 2 into 10. g നമ്മളവിടെ 10 ആണ് എടുത്തത്. അത് സിംപ്ലിഫൈ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് 15 meter. Next question. An athlete jumps at an angle of 30 degree with speed of 9.4 meter per second. Find the range. Suggest the angle for which the range is maximum. The range in the equation ആദ്യം substitute ചെയ്യുക. u square sin 2 theta by g ആണ്. അവിടെ values substitute ചെയ്താൽ you get 7.8 meter. Okay. അടുത്ത question എന്താ? Suggest the angle for which the range is maximum. Range will always be maximum when the angle is 45 degree. Okay. Next question. A ball thrown by a player reaches another player in 2 seconds. What is the maximum height attained by the ball? ആദ്യം പറഞ്ഞിരിക്കുന്ന 2 seconds ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ചെയ്താൽ 2u sin theta by g equal to t.
സോറി ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ 2 2 ക്യാൻസൽ ചെയ്യും. യു ഗെറ്റ് യു സൈൻ തീറ്റ ഈക്വൽ ടു ജി. ആ ഇക്വേഷൻ 1 കൊടുക്കുക. പിന്നെ മാക്സിമം ഹൈറ്റ് അല്ലേ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എഴുതുക. എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അവിടെ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈസ് വാട്ട്? യു സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ 2g. അപ്പോൾ യു സൈൻ തീറ്റ ഈക്വൽ ടു ജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജി സ്ക്വയർ എന്ന് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ജി സ്ക്വയറും ജിയും ഉണ്ട്. അപ്പോൾ ഒരു ജി ബാലൻസ് വന്നു. അപ്പോൾ ജി ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 9.8 ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 4.9 മീറ്റർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കോമൺ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പം ഇത് വെച്ച് ഒന്ന് പഠിക്കാം.